കഴിഞ്ഞ 11-ാം തീയതിയാണ് ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടായത്. അതിൽ ഇന്നലെയാണ് രാത്രി വൈകി കേസെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ പോക്സോ കേസിലെ പ്രതിയാണ് രാഹുൽ. അപ്പോൾ അവിടെ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടാണ് അനസ്. അങ്ങനെ ഇവർ തമ്മിൽ നേരത്തെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ താനൊരു ബ്ലോക്കിലാണ് നിലവിലുള്ളത്. ആ ബ്ലോക്ക് മാറ്റി തന്നെ ഒരു പ്രത്യേക സെല്ലിലേക്ക് മാറ്റണം, തനിക്ക് ആ ബ്ലോക്കിൽ നിൽക്കാൻ കഴിയില്ല, തന്നെ സെല്ലിലേക്ക് മാറ്റണം എന്ന ആവശ്യം ഇദ്ദേഹം രാഹുൽ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം പലതവണ ഇയാൾ ഈ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ കണ്ട് വിവരം അറിയിച്ചു. പിന്നാലെയാണ് 11-ാം തീയതി ഈ സെല്ലിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ അനസ് ഇരിക്കുന്ന റൂമിലേക്ക്, ഈ അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഈ രാഹുൽ കടന്നു വരുന്നു. അതിനുശേഷമാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നു, വാക്കേറ്റം ഉണ്ടാകുന്നു. പിന്നാലെ മുഖത്തടിച്ചു എന്നാണ് പരാതി വരുന്നത്. 2 ദിവസം മുമ്പ് പരാതി നൽകിയെങ്കിലും സൂപ്രണ്ടിന്റെ സൈൻ ഇല്ലാത്തത് കൊണ്ട് വീണ്ടും ആ പരാതി ഇന്നലെ വൈകിട്ടോടുകൂടി നൽകി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ 11-ാം തീയതി ഉണ്ടായ സംഭവത്തിൽ ഇന്നലെ മാത്രം എങ്ങനെയാണ് കേസുണ്ടാവുക എന്നുള്ളൊരു ചോദ്യം ഉയരും. അപ്പോൾ അതിന് നൽകുന്ന വിശദീകരണം അത് ഇന്നലെയോടുകൂടി മാത്രമാണ് ആ സൂപ്രണ്ടിന്റെ ഒപ്പ് ആ പരാതി ലഭിച്ചത്. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് മാത്രം ആ പരാതി നൽകിയതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ റൂമിലേക്ക് എത്തി ഒരു തടവുകാരൻ മുഖത്തൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല. ഇന്നലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഈ 2 കുപ്പി മദ്യവും ഒപ്പം തന്നെ ഈ ബീഡികളും ഒക്കെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു വിവരം കൂടി പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഏത് തരത്തിലും എന്തും നടക്കുന്ന ഒരു സ്ഥലമായിട്ടൊക്കെ ഈ ജയിൽ മാറിയിട്ടുണ്ട്. നേരത്തെയും അതിന്റെ വിവിധ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. എന്തായാലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ CCTV അടക്കം പരിശോധിച്ചതിന് ശേഷമാകും നടപടിയെടുക്കുക.